ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഹാഫ് കോളർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് കോളറിന് വേണ്ടി മെഷർമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് 2.5 ഇഞ്ച് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹാഫ് കോളർ നിൽക്കുന്നത്. അതാണിപ്പോൾ മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. ഏത് മുതലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ലെങ്ത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലൊന്ന് മെഷർ ചെയ്തെടുക്കണം. ഇവിടെ 12.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 15 ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ രണ്ടാക്കി മടക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കോളറിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ തുണി എടുക്കാൻ വേണ്ടിയിട്ടേ. ഇനി നമുക്ക് 1/2 ഇഞ്ച് സൈഡിലൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യണം. ശേഷം 12.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ട് സൈഡും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്താലും നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ രണ്ട് പീസും ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. ശേഷം നമ്മുടെ ഡ്രസ്സിലും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് പോർഷനിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ബാക്ക് പോർഷനിൽ ഒരു മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മിഡിൽ ഭാഗവും ഇതേപോലെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിൽ 2.5 ഇഞ്ചാണ് നമ്മൾ കോളറിന് വേണ്ടി എടുത്തത്. ആ ഒരു 2.5 ഇഞ്ചിൻ്റെ ഭാഗം വരുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കണം കേട്ടോ. ഇതുപോലെയാണ് അടുത്ത സൈഡും ചെയ്യേണ്ടത്. ശേഷം നമുക്കിത് ഇതേപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ പിൻ വെച്ച് കുത്തിയ ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ കോളറിൻ്റെ പോർഷൻ കിട്ടും. എല്ലാ സൈഡും കോളറിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാഫ് കോളർ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്